ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായി പിളരുന്ന ഒരു വലിയ പ്രകൃതി പ്രക്രിയ ഇപ്പോൾ ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു സിനിമയിലെ കഥ പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഭൂമിയിൽ നടക്കുന്ന പതുക്കെയുള്ള ഒരു സ്വാഭാവിക മാറ്റമാണ്. ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ പ്രക്രിയ അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പൂർണ്ണമായ മാറ്റം കാണാൻ നമുക്ക് ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ്. കെനിയയിലെ തുർക്കാന റിഫ്റ്റ് മേഖലയിലാണ് ഈ മാറ്റം വ്യക്തമായി കാണപ്പെടുന്നത്. ഇവിടെ നടത്തിയ പുതിയ പഠനങ്ങളിലൂടെ ഭൂമി എങ്ങനെ പിളരുന്നു എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ ശാസ്ത്രജ്ഞർ ലഭിച്ചിട്ടുണ്ട്. ഇത് ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന ടെക്ടോണിക് പ്ലേറ്റുകളുടെ നീക്കവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് പല വലിയ പാളികളായി വേർതിരിക്കുന്നു. ഇവയെ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്നു. ആഫ്രിക്കൻ പ്ലേറ്റ് ഇപ്പോൾ രണ്ട് ഭാഗങ്ങളായി പിരിയുകയാണ്. ഇതിൽ ഒരു ഭാഗം ന്യൂബിയൻ പ്ലേറ്റ് എന്നും മറ്റത് സൊമാലി പ്ലേറ്റ് എന്നും അറിയപ്പെടുന്നു. ഈ രണ്ട് പ്ലേറ്റുകളും പരസ്പരം അകലുന്നതിനാൽ ഇടയ്ക്കുള്ള ഭൂമി താഴ്ന്നു പോകുന്നു. ഇങ്ങനെ താഴ്ന്നു പോകുന്ന പ്രദേശത്ത് ഭാവിയിൽ സമുദ്രജലം നിറയും. അതായത് ഇപ്പോൾ കരയുള്ള സ്ഥലത്ത് ഒരിക്കൽ ഒരു പുതിയ സമുദ്രം രൂപപ്പെടും. ഈ മാറ്റത്തിന്റെ പിന്നിലെ പ്രധാന കാരണമാണ് ഭൂമിയുടെ പുറന്തോട് അഥവാ ക്രസ്റ്റ് മെല്ലെ മെല്ലെ മങ്ങുന്നത്. സാധാരണയായി ഭൂമിയുടെ ഈ പുറന്തോടിന്റെ കനം ഏകദേശം 35 കിലോമീറ്ററോളം ആയിരിക്കും. പക്ഷേ തുർക്കാന മേഖലയിൽ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് ഇവിടെ ഈ കനം വെറും 13 കിലോമീറ്റർ മാത്രമാണെന്നാണ്. ഇത് വളരെ കുറവായ ഒരു കനമാണ്. ഭൂമിയുടെ പുറന്തോട് ഇങ്ങനെ കുറയുന്ന ഘട്ടത്തെ ശാസ്ത്രജ്ഞർ നെക്കിംഗ് എന്ന് വിളിക്കുന്നു. ഈ ഘട്ടത്തിൽ എത്തിയാൽ ഭൂമി പിളരുന്ന പ്രക്രിയയെ നിർത്താൻ കഴിയില്ലെന്നാണ് അവരുടെ വിലയിരുത്തൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രദേശത്ത് ഭൂഖണ്ഡം പിരിയുന്നത് ഒരു ഉറപ്പായ കാര്യമെന്നാണ് തന്നെ പറയാം. ശാസ്ത്രജ്ഞരുടെ കണക്കുപ്രകാരം ഈ ടെക്നിക് പ്രക്രിയ ഏകദേശം 40 ലക്ഷം വർഷങ്ങൾ മുമ്പേ തന്നെ ആരംഭിച്ചു. അതിന് പിന്നിലെ കാരണം വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്. അന്ന് ഈ പ്രദേശത്ത് നടന്ന ശക്തമായ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ഭൂമിയുടെ ഘടനയെ ദുർബലമാക്കി. അതിന്റെ ഫലമായി ഭൂവൽക്കം പതുക്കെ മെല്ലെ മങ്ങി തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കൗതുകകരമായ കാര്യമുണ്ട്. ഈ പ്രദേശത്ത് നിന്നാണ് മനുഷ്യന്റെ ഏറ്റവും പഴയ ഫോസിലുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മനുഷ്യരുടെ പുരാതന ചരിത്രം കണ്ടെത്തുന്നതിൽ ഈ പ്രദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശാസ്ത്രജ്ഞർ കരുതുന്നത് ഭൂമിയിലെ ഈ മാറ്റങ്ങളാണ് അന്ന് ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങൾ നന്നായി സംരക്ഷിക്കപ്പെടാൻ സഹായിച്ചതെന്നാണ്. ഭൂമി പിളരുന്ന സമയത്ത് ആ പ്രദേശത്ത് മണ്ണും മറ്റു അവശിഷ്ടങ്ങളും വേഗത്തിൽ അടിഞ്ഞുകൂടി. ഇതിന്റെ ഫലമായി അവിടെ മരിച്ച ജീവികളുടെ ശരീരഭാഗങ്ങൾ മണ്ണിനടിയിൽ മറഞ്ഞു. ഇങ്ങനെ മറഞ്ഞതുകൊണ്ട് അവ നശിക്കാതെ ഫോസിലുകളായി മാറി. അതുകൊണ്ട് തന്നെ മനുഷ്യരടക്കം പുരാതന ചരിത്രം പഠിക്കാൻ ഈ പ്രദേശം വളരെ പ്രധാനപ്പെട്ടതായി മാറി. ഇനി ഭാവിയെക്കുറിച്ച് നോക്കാം. ശാസ്ത്രജ്ഞർ പറയുന്നത് അടുത്ത ഏതാനും ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ആഫ്രിക്കയുടെ കിഴക്കൻ ഭാഗം പൂർണ്ണമായും വേർപിരിയും എന്നാണ്. അതായത് ഇപ്പോൾ കരയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഭൂമി പിന്നീട് ഒരു വലിയ ദ്വീപായി മാറും. ഈ പുതിയ ദ്വീപിൽ മഡഗാസ്കർ പോലുള്ള പ്രദേശങ്ങളും ഉൾപ്പെടാം. ഇതിനിടയിൽ രൂപപ്പെടുന്ന ഇടം പുതിയൊരു സമുദ്രമായി മാറും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള വെള്ളം ഈ ഭാഗത്തേക്ക് എത്തി നിറയും. അങ്ങനെ ഒരു പുതിയ സമുദ്രത്തിന്റെ ജന്മം നടക്കും. ഈ ഭൂമിയുടെ രൂപം എങ്ങനെ കാലക്രമേണ മാറുന്നു എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണിത്. നമ്മൾ സാധാരണയായി ഭൂമിയെ സ്ഥിരമായി നിൽക്കുന്ന ഒന്നായി കരുതുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമി ഒരു സജീവ ഗ്രഹമാണ്. അതിന്റെ ഉള്ളിൽ പലവിധ മാറ്റങ്ങളും ഇടയ്ക്കിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങൾ വളരെ പതുക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവ നേരിട്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ശാസ്ത്രജ്ഞർ ഈ മാറ്റങ്ങളെ പഠിച്ചുകൊണ്ടാണ് ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. തുർക്കാന മേഖലയിലെ പഠനങ്ങൾ ഇക്കാര്യത്തിൽ വലിയ സഹായമാണ് നൽകുന്നത്. ഇതുപോലുള്ള പഠനങ്ങൾ ഭൂമിയുടെ ചരിത്രവും ഭാവിയും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഈ പഠനം പ്രസിദ്ധീകരിക്കുന്നത് ഒരു പ്രമുഖ ശാസ്ത്ര ജേണലായ നേച്ചർ കമ്മ്യൂണിക്കേഷൻസിലാണ്. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഈ പഠനത്തെ ശ്രദ്ധയോടെ നോക്കുകയാണ്. കാരണം ഇത് ഭൂമിയിലെ വലിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ നൽകുന്നു. ഇത് കേട്ടാൽ ചിലർക്ക് ഭയം തോന്നാം. ഭൂമി പിളരുന്നു എന്ന് പറയുമ്പോൾ അത് അപകടകരമാണെന്ന് തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ ഇതൊരു സ്വാഭാവികവും വളരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ആയതിനാൽ മനുഷ്യജീവിതത്തിന് ഉടനടി ഒരു ഭീഷണിയല്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.